നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തൃശൂർ ഒരുങ്ങുകയാണ്. മുൻപൊന്നുമില്ലാത്ത വിധം സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പക്ഷേ ഓരോ ആളുകൾക്കും ഒരുപാട് പ്രതീക്ഷകൾ ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലുണ്ട്. ഞാൻ നിൽക്കുന്നത് വടക്കുനാഥ ദേവസ്വത്തിന് മുമ്പിലാണ്, വടക്കുനാഥ ക്ഷേത്രത്തിന് മുൻപിലാണ്. ദേവസ്വത്തിന്റെ ക്ഷേത്രോപദേശക സംഘം ശ്രീ ഹരിഹരൻ എന്നോട് ചേരുന്നു. മോദി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിന്റെ വേദി. എന്തൊക്കെയാ പ്രതീക്ഷകൾ, എങ്ങനെയൊക്കെയാണ്? നമ്മുടെ പ്രതീക്ഷ എന്താ വെച്ചാൽ, ഇപ്പൊ വടക്കുന്നതിന്റെ കിഴക്കേ ഗോപുരമാണ് പ്രധാനം. കിഴക്കേ ഗോപുരം എപ്പോ വേണമെങ്കിൽ വീഴാന്നുള്ള സ്ഥിതിയിലാണ് നിൽക്കണം. 500 വർഷത്തിന് മേലെയായി നമ്മുടെ ഈ പ്രസാദ പദ്ധതിയിൽ 50 കോടി രൂപ ഈ വടക്കുന്ന ക്ഷേത്ര മൈതാനം പുനരുദ്ധീകരിക്കാൻ പാസ്സാക്കിയിട്ട് 5 മാസമായി. അപ്പൊ ഈ കിഴക്കേ ഗോപുരം ഇപ്പൊ ശരിയാക്കിയില്ലെങ്കിൽ ഇതിൽ വീണുപോകും. ഇതേപോലെ കൂത്തമ്പലം ചോർന്നൊലിച്ചിട്ട് ഏകദേശം 5 കൊല്ലത്തോളമായി. നമ്മൾ അതിനും കടലാസ് കൊടുത്തിട്ടുണ്ട്. ഇത് പോരാണ്ട് നമ്മുടെ ക്ഷേത്ര മൈതാനം നവീകരണം, ഇതിനെല്ലാം കൂടി പ്രസാദ പദ്ധതിയിൽ നമുക്ക് 50 കോടി രൂപയാണ് അന്ന് കടലാസ് കൊടുത്തുള്ള 5 മാസമായി. അപ്പോൾ മോഡിജി ഇപ്പോൾ വരുമ്പോൾ ഇതെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗോപുരവും വടക്കുന്ന ക്ഷേത്ര മൈതാനവും രക്ഷപ്പെടുന്ന ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത്. ഇത് ശരിക്കും ഓരോ വർഷവും പൂരം കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഒരു സാഹചര്യം. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ളതാണെങ്കിലും പ്രത്യേക അനുമതിയോടെയാണല്ലോ നടത്തുന്നത്. എന്താണ് ഇതിന്റെ അറ്റകുറ്റപ്പണി വൈകാനുള്ള ഒരു താമസത്തിന് കാരണം? വൈകാൻ താമസം എന്ന് പറഞ്ഞാൽ പുരാവസ്തു വകുപ്പിന്റെ അനുമതി കിട്ടാനാണ് ആദ്യം വൈകിയിരുന്നത്. പുരാവസ്തു വകുപ്പ് ഇപ്പൊ കിഴക്കേ ഗോപുരത്തിന് സാങ്ഷൻ തന്നു. പക്ഷെ അതിന്റെ ഫണ്ട് ഇല്ലാണ്ട് ഇപ്പൊ പുരാവസ്തു സാങ്ഷൻ ആദ്യം TVS ഏറ്റെടുത്തിരുന്നതാണത്. അതിങ്ങനെ 4 കോടി അവർ ചെലവാക്കി ശരിയാക്കാം എന്ന് പറഞ്ഞിരുന്നതാണ്. അത് ഇവരെ ഓർഡർ കിട്ടാൻ വൈകി, പുരാവസ്തുവിന്റെ ഓർഡർ കിട്ടാൻ വൈകിയ കാരണം TVS ആ പദ്ധതി ഉപേക്ഷിച്ചു. ഇപ്പൊ നമ്മൾ ഈ പ്രസാദ പദ്ധതിയിൽ പെടുത്തിയ കാരണം ഇപ്പോഴെങ്കിലും ഈ സാധനം ശരിയാക്കിയില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കിഴക്കേ ഗോപുരം എന്താണെന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. വടക്കുന്ന 3 ഗോപുരം സ്ഥിതി മോശമാണ്. ഇപ്പൊ തെക്കേ ഗോപുരം പുരാവസ്തു പണിയുണ്ട്, ഈ പടിഞ്ഞാറ് ഗോപുരം ശരിയാക്കിയിട്ടുണ്ട്. കിഴക്കേ ഗോപുരത്തിന്റെ സ്ഥിതി വളരെ മോശമാണ്. അതിപ്പോ സ്പാനുമാണ് നിൽക്കുന്നത്. അപ്പൊ പൂരത്തിന് ആനകൾ, പാർമേക്കാവിന്റെ ആനകളും എല്ലാ ആനകളും കയറി വരുന്ന ഒരു വഴിയാണ്. ആ ഗോപുരം വീണ് കഴിഞ്ഞാൽ തൃശ്ശൂരിന് തന്നെ ഒരു നാണക്കേടാണ്. അതിന് ഈ മോഡിജിയുടെ ഈ സന്ദർശനത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ള നമ്മളെ നല്ല പ്രതീക്ഷയാണ്. ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം ഉണ്ടല്ലോ, ദേവസ്വം ബോർഡിന്റെ പ്രതികരണം എങ്ങനെയാണ് ഇതിനോട്? ദേവസ്വം ബോർഡ് പറഞ്ഞത് ഇതിൽ രക്ഷപ്പെട്ട ഈ പ്രസാദ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അന്ന് രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ദേവസ്വം ബോർഡ് ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിലും ഇപ്പൊ മോഡിജി വന്നു കഴിഞ്ഞാൽ അവർ അമ്പലങ്ങൾക്കൊക്കെ ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പൊ വടക്കുന്നതിന്റെ മൈതാനത്തിൽ തന്നെ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇപ്രാവശ്യം 1 വെച്ച 3 എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യമെങ്കിലും നമ്മുടെ കിഴക്കേ ഗോപുരം ഈ സന്ദർശനത്തിൽ രക്ഷപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം ക്ഷേത്രത്തിൽ വരുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ പാർട്ടിക്കാരുടെ പറഞ്ഞിട്ട് വടക്കുന്നാനൊന്ന് വന്ന് സന്ദർശിക്കണം നമ്മുടെ വളരെ കാലത്തെ ആഗ്രഹമാണ്. കഴിഞ്ഞ വഴി അമിത്ഷാ വരാൻ പുറപ്പെട്ടിരുന്നതാണ്. അവരുടെ ഫ്ലൈറ്റ് ഡിലേ കാരണമാണ് ആൾക്ക് എത്താൻ പറ്റാത്തത്. ഇപ്രാവശ്യം മോഡിജി തന്നെ വരുന്നതാണ് നമ്മൾ നല്ല പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ അദ്ദേഹം മുൻകൈ എടുക്കും. ഈ ഒരു പ്രതീക്ഷ തന്നെയാണ് അല്ലെ? അയ്യോ, വളരെ നല്ല പ്രതീക്ഷയിലാണ്. എന്താ വെച്ചാൽ അമ്പലങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണ ആളാണ്. അത് കാരണം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ് ഇരിക്കുക. അവിടെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വടക്കുന്ന അമ്പലം രക്ഷപ്പെടും, നമുക്ക് 100% ഉറപ്പാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാം ശ്രദ്ധാകേന്ദ്രം, കേന്ദ്രബിന്ദു വടക്കുന്നാഥ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനിറത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അത് മോദിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശ്രീ ഹരിഹരൻ നമ്മോട് പങ്കുവച്ചത്. അഖിലൂട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.